അങ്ങനെ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള എൻ്റെ കോളേജ് ലൈഫിലെ എക്സൈറ്റ്മെൻ്റ് അങ്ങോട്ട് തീരാൻ പോവാം. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ മണാലി ട്രിപ്പ്. ഇന്നാണ് ഡേ 1 ഓഫ് മണാലി ട്രിപ്പ്. നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് നേരെ കാർ എടുത്തിറങ്ങി. എക്സൈറ്റ്മെൻറ്റോടൊപ്പം ചെറിയൊരു സങ്കടം കൂടി ഉണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ അക്കാഡമിക് ലൈഫിലെ ഏറ്റവും ലാസ്റ്റ് ട്രിപ്പാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടാണ്. ഞാൻ വിചാരിച്ച ഏറ്റവും ആദ്യം എത്തിയത് ഞാനാണ്. പക്ഷെ എന്നാളും മുന്നേ ഒരുപാട് പേര് പെട്ടിങ്ങടക്കി എടുത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഡൽഹി മണാലി ആദ്യമായിട്ട് പോണതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കൃത്യനിഷ്ഠത കാരണം 5:30 എത്തുന്ന ട്രെയിൻ 5:53 എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ. അങ്ങനെ ഒരു 6 മണിയോടെ അടുപ്പിച്ച് നമ്മുടെ ട്രെയിൻ അങ്ങോട്ട് എത്തി. അങ്ങനെ ട്രെയിൻ എത്താറായപ്പോൾ നമ്മുടെ പിള്ളേർ പെട്ടിങ്ങടക്കി എടുത്ത് വീട്ടുകാരോട് ടാറ്റയും ബൈ ബൈയും പറഞ്ഞ് ട്രെയിൻ കയറാനുള്ള നിൽപ്പിലാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ട്രെയിനിൽ കയറി. കേരളം നമുക്ക് സേഫ് ആണെച്ചാലും കേരളം വിട്ട് കഴിഞ്ഞാൽ എത്രമാത്രം സേഫാണെന്ന് നമുക്ക് കണ്ടറിയാം. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ സീറ്റ് കിട്ടാനുള്ള തത്രപ്പാച്ചല്ലാട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവർക്കും സീറ്റ് കിട്ടി. ചത്താലും ഞങ്ങളുടെ ബാഗൊന്നും ആർക്കും തരില്ല എന്ന് പറഞ്ഞ് ബാഗും കെട്ടിപ്പിടിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇനിയുള്ള 2 ദിവസം ട്രെയിനിലായതുകൊണ്ട് തന്നെ ട്രെയിനിൽ കഴിക്കാനുള്ള 2 ദിവസത്തെ ഫുഡ് ഞാനൊരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫോണൊക്കെ എടുത്ത് വെച്ച് ചീട്ട് കളിയാണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ചീട്ട് കളിച്ച് ബോറടിച്ചപ്പോൾ ഞങ്ങളിതാ പുതിയ കളി അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് കളികൾ കളിച്ച് ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങോട്ട് തള്ളി നീക്കി. അങ്ങനെ പുലർച്ചെ 2 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കിടക്കാനായിട്ട് തുടങ്ങി. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ ഫുൾ എപ്പിസോഡ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.